ഇപ്പൊ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ മോളുടെ കാര്യം പറഞ്ഞു, മോളുടെ വിഷയം വന്നു. ഭയങ്കരമായിട്ട് വിഷയമായ ഒരു കാര്യമാണത്. ആ കുട്ടി അങ്ങനെ ഒരു ഡ്രസ് ഇട്ടു, അതിന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ഡ്രസ് ഇട്ടു. പക്ഷെ അതിനെ ഒപ്പോസ് ചെയ്ത് പറഞ്ഞയാള് നല്ല കവർ ചെയ്ത ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് അവരുടെ വായിൽ നിന്ന് വീണ ഭാഷ. അപ്പൊ അവിടെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മഞ്ജു പിള്ളയുടെ മോളുടെ വസ്ത്രത്തിനെ കുറിച്ചായിരുന്നല്ലോ, വിവാദം വൈറലായത്. അപ്പം അതിനോടനുബന്ധിച്ചായിരിക്കാം ശ്രീകണ്ഠൻ നായർ തമ്മിൽ പ്രോഗ്രാമിൽ അതേ വിഷയം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ വസ്ത്രത്തിന് വിലക്കുണ്ടോ, അല്ലെ അതിനൊരു പരിധിയുണ്ടോ എന്ന്, പുരുഷൻ പരിധി കൽപ്പിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചർച്ച വന്നു. രണ്ട് ഭാഗത്തും ഉണ്ടല്ലോ, സ്വാഭാവികമല്ലേ. രണ്ട് അഭിപ്രായക്കാര് അപ്പുറം ഇപ്പുറം ഇരുന്നുള്ള യുദ്ധമാണ് പിന്നെ അങ്ങോട്ട് നടക്കുന്നത്. അതിൻ്റെ അകത്ത് പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാറോ അങ്ങനെ കണ്ട പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു, അതും ഹനാനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹനാനും ഉണ്ട്. അപ്പം ഹനാനെ പറ്റി അദ്ദേഹം ഇരുന്ന് പറയുന്നത് ഹനാനോട് ഒരു ബഹുമാനമായിരുന്നു, പക്ഷെ ഇപ്പൊ ആ ബഹുമാനവും ഇല്ല, ഇഷ്ടവും ഇല്ല പുള്ളിക്ക് എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഹനാനെ നമ്മൾ ആദ്യം കാണുമ്പോൾ ഗവൺമെന്റ് ദത്തുപുത്രിയായിട്ടൊക്കെ എടുക്കുന്ന ആ സമയത്ത് ഹനാൻ തമ്മനത്താൻ തോന്നുന്നല്ലേ, മീൻ കച്ചവടം നടത്തുന്നു. അന്ന് ആ കൊച്ചിട്ടിരുന്ന യൂണിഫോമാണ്. അപ്പം മലയാളികൾ ആ കൊച്ചിനെ ഒന്നടങ്കം ചേർത്ത് പിടിച്ചു. അതോടൊപ്പം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും അത്രയും സന്തോഷമാണ്. അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കൊച്ചു. പിന്നെ മലയാളികളുടെ സങ്കല്പം അനുസരിച്ചുള്ള വേഷവും അങ്ങനെ എടുത്തു പറയണം. മലയാളികളെല്ലാം എന്നുള്ളതല്ല, കാരണം ന്യൂജൻ പിള്ളേരൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ചർച്ച തന്നെ ഒരു പയ്യൻ പറയുന്നോട് ഒരു പ്രായമുള്ള സ്ത്രീ ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയും പെങ്ങളും അങ്ങനെ നടന്നാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അത് അവർക്ക് ഇഷ്ടമാണ്, ഇവർക്കും കുഴപ്പമില്ല എന്നുള്ള രീതി ന്യൂജൻ പിള്ളേർ പറയുന്നുണ്ട്. ഈ മാന്യമായ വേഷം അല്ലെ അല്പവസ്ത്രം പറ്റില്ല എന്നൊക്കെ പറയുന്ന തലമുറ മാറി. പുതിയ തലമുറയ്ക്ക് അത് അല്പവസ്ത്രമാണ് താല്പര്യം എന്നുള്ള രീതിയിൽ ചർച്ച പോകുന്നുണ്ട്. ആൺകുട്ടികൾ തന്നെ. കാരണം നിങ്ങൾക്ക് ഐശ്വര്യ റായിയോട് കാണുമ്പോൾ ബഹുമാനം തോന്നുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഹനാനോട് അജിത് കുമാർ പറയുന്ന, ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. നന്നായി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സ്നേഹം ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു. ചോദിച്ചോട്ടെ, അജിത് കുമാറിന്റെ ആദരവിരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും, പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുപോലെയാണ്. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കീറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോൾ താങ്കളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എല്ലാവരും ഒരേപോലെയാണ് കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. താങ്കളുടെ കാര്യം എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. താങ്കളെ സപ്പോർട്ട്
ഹനാനിൻ്റെ അകത്ത് തന്റെ സർട്ടിഫിക്കറ്റ് വേണോടോ ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. കമന്റ് ബോക്സ് ചെയ്യാൻ നോക്കിയപ്പോൾ ഹനാനിനോട് മൊത്തം കലിപ്പായിരിക്കുക ജനങ്ങൾക്ക്. ഇവരുടെ ഒരു അഹങ്കാരം എന്നുള്ള രീതിക്കാണ് ജനം മൊത്തം കമന്റ് ഇട്ടിരിക്കുന്നത്. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരോട് ചോദിച്ചിട്ടല്ല, ഫസ്റ്റ് ആ ഒരു വാർത്തയൊക്കെ വരുമ്പോൾ അവരെ കയറ്റി നെഞ്ചിലോട്ട് വെക്കും, നെഞ്ചിലേട്ടങ്ങ് ഏറ്റെടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ സങ്കല്പത്തിനല്ല അവർ കാണുന്ന വരുമ്പോൾ നമുക്ക് കലിപ്പാവും. ഇത്രയുള്ള അതിന്റെ കാര്യം. ആ കുട്ടി ഇങ്ങനെ 10 പേരെ അറിയുന്ന ആളൊന്നും അല്ലാതെ സാധാരണയായിട്ട് കഴിഞ്ഞു. വൈറലാകാൻ വേണ്ടി പുള്ളിക്കാരത്തി ഒരു മീൻ കച്ചവടം നടത്തി നേരെ വൈറലാകുന്നു. സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശവും, അന്ന് എന്തോ അസുഖം, എന്തോ ഉമ്മയ്ക്ക് അസുഖം എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ വെച്ച് ഗവൺമെന്റ് ഏറ്റെടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് നേരെ തോന്നുന്ന അടുത്ത സ്റ്റെപ്പ് എന്താ, ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു വ്യക്തി പോലെ വാർത്തകളിലെല്ലാം നിറഞ്ഞു. പിന്നെ എന്താണ്, ഒരു സെലിബ്രിറ്റി ആവണം, ആ സ്റ്റാറ്റസ് കിട്ടണം. അതിനുവേണ്ടി പുള്ളിക്കാരത്തി അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുന്നു. പിന്നെ ബിഗ് ബോസിൽ പോകുന്നു. പിന്നെ അങ്ങോട്ട് ജിമ്മിലൊക്കെ പോകുന്നു. ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അല്പവസ്ത്രം ധരിച്ചു തുടങ്ങി. അത് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ആഗ്രഹം എന്തായിരിക്കും, സിനിമയിലെത്തുക. സിനിമയിലെത്താൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല കുറുക്കുവഴി എന്ന് പറഞ്ഞാൽ തുണി ഏറ്റവും അധികം കുറയ്ക്കുക, എന്നിട്ട് അതിന്റെ ഫോട്ടോഷൂട്ട് ഇടുക. നമ്മള് കുഞ്ഞു ബാലതാരമായിട്ട്, ഇപ്പൊ ഹനാനെ എന്തിനു പറയുന്നു, ബാലതാരമായിട്ട് വന്ന ഒത്തിരി പിള്ളേർ, പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഒത്തിരി പിള്ളേർ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിയാൽ അതുങ്ങൾ തുണി കുറച്ച് അല്പം വസ്ത്രമായിട്ടിട്ട് നടക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ്. കാരണം നമ്മൾ കുഞ്ഞു വാവയായിട്ട് കണ്ടിരുന്ന ആ കൊച്ചുങ്ങൾ പെട്ടെന്ന് പിള്ളേരങ്ങ് വളരും. എന്നിട്ട് ആ പിള്ളേർ വളർന്നതിന്റെ ഭാഗമായിട്ട്, എന്റെയൊക്കെ മനസ്സിൽ ഞാൻ പറഞ്ഞു, വളർന്നതിന്റെ ഭാഗമായിട്ട് കാണിക്കേണ്ടാത്ത ഭാഗം എല്ലാം കാണിച്ചൊക്കെ ഓരോ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ നമ്മൾ അത്ര ഓമനത്വത്തോടെ ഇഷ്ടപ്പെട്ടിരുന്ന കൊച്ചുങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമം തോന്നും. അതേ പ്രായത്തിലുള്ള നടിമാര് ബാലതാരം അല്ലാത്തൊരു തുണി വരച്ചേണ്ട അത്രയും വലിയ ഇതൊന്നും തോന്നില്ല. പക്ഷെ ഹനാനി ചെയ്യുന്ന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സിനിമയിൽ എത്തുക എന്നുള്ള ഇത്. പുള്ളിക്കാരത്തി പക്ഷെ ബിഗ് ബോസിൽ പോലും പോയിട്ട് അവിടെ നിലനിൽക്കാൻ പുള്ളിക്കാരത്തിക്ക് പറ്റിയില്ല. അപ്പൊ ഇത്ര അഹങ്കാരമായിട്ട് ഇവളെന്തോ ഇത്ര അഹങ്കാരി എന്നുള്ള രീതിക്കൊക്കെ കമന്റ് ബോക്സ് നിറയുണ്ട്. അതേപ്പറ്റി പോട്ടെ. അടുത്ത ആ ചർച്ചയില് ഞാൻ കാണുന്നത് വസ്ത്രധാരണം കൊണ്ട് അല്ല ഒരു റേപ്പോ അല്ലെ അങ്ങനെയുള്ള ഒന്നും വരുന്നത്. ഇപ്പൊ പോലീസ് പിടിച്ച് കഴിഞ്ഞാലും പോലീസ് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കാത്തതിന്റെ എന്നുള്ള രീതി നമ്മുടെ കേരളത്തിൽ പോലീസ് സംസാരിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതി, അല്ലെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണുമ്പോൾ പുരുഷന്റെ കണ്ണിലാണല്ലോ സംഭവം ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഈ ഷോയിലും ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, 3 വയസ്സുള്ളവരെയും 70 വയസ്സുള്ളവരെയും കയറി പിടിക്കുന്നില്ലേ, റേപ്പൊക്കെ ഉണ്ടാവുന്നില്ലേ, അപ്പൊ അത് അവര് ധരിച്ചതിന്റെ വസ്ത്രമല്ലേ. ഈ ഒരു ചോദ്യവും ഈ ഒരു ചർച്ചയും കാലങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നതാണ്. മാന്യമായിട്ട് വേഷം ധരിച്ച് നടക്കണം എന്ന് പറയുമ്പോൾ മാന്യമായിട്ട് ധരിച്ച് പർദ്ദയിട്ട് നടന്നാലും കയറി പിടിക്കുന്നവർ പിടിക്കുന്നില്ലേ എന്ന ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിനൊരു മറുപടി ഇതുവരെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഈ ഷോയിൽ ഒരു പയ്യൻ ശാസ്ത്രീയമായിട്ടൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, എന്നാലും അത്ര കറക്റ്റായ ഒരു മറുപടി ഇല്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ കാമം എന്ന ഒരു കാര്യത്തിനെ കടിഞ്ഞാളില്ലാത്ത ഒരു കുതിരയായിട്ട് സങ്കല്പിച്ച് വെക്കാം. അങ്ങനെ മനഃശാസ്ത്രന്മാർ പറഞ്ഞിട്ടുണ്ട്, കടിഞ്ഞാളില്ലാത്ത ഒരു കുതിര. പക്ഷെ ആ കുതിരയെ ഓരോരുത്തരുടെയും കൈ കിട്ടുമ്പം അവരുടെ സ്വഭാവം അനുസരിച്ച് മാറ്റിയെടുക്കാം. ഇപ്പൊ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല വ്യക്തിത്വമുള്ള ഒരു പുരുഷന്റെ കയ്യില് കാമ എന്ന ആ കടുവയെ, ഇങ്ങനെ കടിഞ്ഞാളില്ലാതെ നിൽക്കുന്ന ആ കടുവയെ ആ മനുഷ്യന്റെ കൈ കിട്ടുമ്പോൾ അയാൾ അതിനെ നല്ല ആടയാഭരണങ്ങളും സ്വർണവും നല്ല ഇതൊക്കെ ആക്കി നല്ല മേക്കപ്പ് ചെയ്ത് നല്ലപോലെ ഒരുക്കി നല്ല ആഭരണങ്ങളൊക്കെ ഇടിച്ച് നല്ല മിടുക്കൻ കുതിരയായിട്ട് നിർത്തിയിട്ട് അതിന്റെ കടിഞ്ഞാള് പുള്ളിയുടെ കയ്യിലും കാണും. അതല്ലാതെ ചില പ്രാന്തന്മാരുടെ കയ്യിലോട്ട് ആ കുതിരയെ കിട്ടിക്കഴിയുമ്പോൾ അതിന് ഓൾറെഡി കടിഞ്ഞാളും ഇല്ല, പിന്നെ അതിന്റെ തോന്നേലയെല്ലാം അഴിച്ചും വിടും. അതാണ് ഇതിന്റെ അകത്തെ വ്യത്യാസം. അതായത് കാമ എല്ലാ പുരുഷനും സ്ത്രീക്കും ഒക്കെ ഉണ്ട്. അതിനെ അവർ ഉപയോഗിക്കുന്ന വിവേകം എന്ന ആ ഒരു ഇത് വെച്ച് അവരതിനെ അടക്കി നിർത്തുന്നതാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ വസ്ത്രം ഇല്ലാതെ കണ്ടാൽ പ്രശ്നമുണ്ടാകുന്ന പുരുഷന്മാർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്ന ശരീരഭാഗങ്ങൾ പുറത്തിടുന്ന രീതി ഫാഷൻ ഡിസൈനർമാർ ഡിസൈൻ ചെയ്ത് വസ്ത്രം ഉണ്ടാക്കുന്നുണ്ട്. അവരത് ഡിസൈൻ ചെയ്ത് അവിടെ വെക്കും. അത് തൊലിക്കെട്ടിയുള്ള പെൺപിള്ളേർ അതെടുത്തിട്ടുണ്ട് റോഡിൽ കൂടെ ആണെങ്കിലും നടക്കും. ഇപ്പൊ വിദേശത്ത് പോയേച്ച് വന്ന ഏത് പെൺപിള്ളേരും, വിദേശത്ത് പഠിക്കാൻ പോയേച്ച് വന്നിട്ടുള്ള ഏത് പെൺപിള്ളേരും നമ്മളുടെ വഴികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അത്യാവശ്യം ശരീരമൊക്കെ കാണിച്ച് നടക്കുന്നത്. ചെറിയ നിക്കർ ഷോർട്സ് ഇട്ടിട്ട് അതിന് കീറ്റൽ വെച്ച് നടക്കുന്നുണ്ട്. ഇപ്പം അതിന് കീറ്റൽ, അല്ലാതെ ബെർമുടയ്ക്കോ പാന്റിനോ ഒന്നും അല്ല കീറിയിരിക്കുന്നത്. ചെറിയ, ഇന്നലെ കണ്ട കാര്യം അത്, ചെറിയ നിക്കർ ഷോർട്സ് ഇട്ടിട്ട് അതിനെയും കീറിയിട്ടുണ്ട്, കീറി വിട്ടിരിക്കുക. അപ്പൊ എല്ലാം കാണാന്നുള്ള രീതിയാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ പുരുഷന്മാർക്ക് എന്തെങ്കിലും തോന്നുമ്പോ അവൻ ജനിച്ചു വളർന്ന വീടും അവനെ വളർത്തിയ അമ്മയും അച്ഛനും ഇതെല്ലാം കൂടെ കൂട്ടി അവൻ ആ തോന്നലിനെ ഓൺ ദ സ്പോട്ടിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്തവന്മാര് കയറി പിടിക്കും. ഇത്രയേ ഉള്ളൂ. ആ ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട് എപ്പോഴും.
പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി അടുത്തത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചർച്ചയിൽ ഇങ്ങനെ വരുമ്പം ആ നേരത്തെ ഒരു ഇത് പറഞ്ഞെന്ന് പറയുന്നത് ആ പയ്യൻ തന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കാലത്ത് സ്ത്രീകളെ മാറുമറയ്ക്കാൻ സമ്മതിച്ചിരുന്നില്ല. അന്ന് ഈ ജന്മികളൊക്കെ ആണല്ലോ നിർബന്ധമായിട്ട് മാറുമറയ്ക്കാൻ സമ്മതിക്കാതെ കമ്പൽസറി ആയിട്ടുള്ള ഒരു ഇത്, അതിനെതിരെയാണല്ലോ സമരമൊക്കെ ചെയ്ത് നേടിയെടുത്തത് മറയ്ക്കുക എന്നുള്ളത്. അന്നത്തെ ആ പുരുഷന്മാര് തന്നെ ഇന്ന് രൂപം മാറി വന്നിട്ടുള്ളതെന്നാ പറയുന്നത്. കാരണം പെൺകുട്ടികളെ ഇവളുമാരെ ബോൾഡാക്കാനും ട്രെൻഡാക്കാനും ഇവളുമാരെ മിടുക്കിന്ന് പറയാനും എല്ലാം ഈ ഇൻസ്റ്റയ്ക്കൊക്കെ സ്വാധീനമുണ്ട്. ഇൻസ്റ്റയൊക്കെ കൂടുതൽ സ്ത്രീയുടെ ശരീരം ഡ്രസ്സ് മാറ്റി കാണിച്ചാൽ കൂടുതൽ വ്യൂസും പണവും എല്ലാം കിട്ടുന്ന രീതിയിലേക്ക് ആക്കുന്നു. അതേപോലെ പുരുഷന്മാരാണേലും പുറകെ നിന്നുകൊണ്ട് ഇവളുമാർ ഉരിഞ്ഞു കാണിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നു പറഞ്ഞ ഒരു പയ്യൻ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ചോദ്യം ചെയ്ത് ഈ നറേറ്റീവ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളതാണ്. അവിടെ ആക്ച്വലി നിങ്ങളെ ചോയ്സ് ആണെന്ന് വിചാരിക്കുന്നിടത്ത് അവിടെ തെറ്റുന്നു, അബദ്ധം പറ്റുന്നു. ആക്ച്വലി പുരുഷൻ നിങ്ങളെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കുകയാണ് എന്ന് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് മുമ്പ് പഠനങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാറുമറക്കൽ സമരം അടക്കം, അഥവാ സ്ത്രീയെ കൊണ്ട് നിർബന്ധിച്ച് തുടപ്പിച്ചിരുന്നു പുരുഷൻ. ഇപ്പൊ പുതിയ സ്റ്റഡീസ് എടുത്ത് നോക്കിയാലും പുരുഷനെ സംബന്ധിച്ച് പുരുഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താണ്? സ്ത്രീയുടെ ന്യൂഡിറ്റി കാണൽ, അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ എക്സ്പോസിംഗ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കൽ. ഐ ട്രാക്കിംഗ് സ്റ്റഡീസ് എടുക്കാം സൈക്കോളജിയിൽ. അതേപോലെ തന്നെ പുരുഷന്റെ സെക്ഷൽ ബിഹേവിയർ എടുക്കാം. ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയുടെ സൗന്ദര്യം കാണണം. അതിനുവേണ്ടി മുന്നേ അവൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചിരുന്നു, നിർബന്ധിച്ചിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നാൽ പുതിയ കാലത്ത് അവളെ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റാത്തോണ്ട് അവളെ കൊണ്ട് ട്രെൻഡിന്റെ പേരിൽ, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇങ്ങനെയാവണം, കോൺഫിഡന്റ് ആവണമെങ്കിൽ ഇങ്ങനെയാവണം, വാല്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെയാവണം എന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ധരിപ്പിക്കുന്നു. അതാണ് ഓപ്പറേഷൻ ആയിട്ട് നടത്തുന്നത്. എന്താണെങ്കിലും ഈ ചർച്ചയുടെ ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു തുണി വേണ്ട എന്നും ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു തുണി വേണം എന്നുമാണ് പറയുന്നത്. ഇങ്ങനെയാണ് ചർച്ച പോകുന്നത്. ഏതായാലും കുറച്ച് നാളൂടെയൊക്കെ ഇങ്ങനെ തന്നെ ചർച്ച പോകും. കാരണം തുണി വേണം എന്ന് പറയുന്നവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ 80കളിലെ വസന്തം എന്ന് ഇവർ കളിയാക്കുന്ന ന്യൂജൻ പിള്ളേര്, 80കളിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നെയൊക്കെ പോലെയുള്ളവർ അവരെല്ലാം ചത്ത് മണ്ണടിഞ്ഞ് കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് തുണിയില്ല നടക്കാം. ആരും ഒന്നും ചോദ്യം ചെയ്യില്ല. ആരുണ്ട് ഇവിടെ ചോദിക്കാന്നുള്ള രീതി നടക്കാം. കാരണം ഈ ഷോയിൽ തന്നെ ആൺകുട്ടികൾ, ഇവർക്കൊപ്പമുള്ള ആൺകുട്ടികൾ, നിന്റെ അമ്മയും പെങ്ങളും ഇങ്ങനത്തെ വേഷം ഇട്ട് ധരിച്ചാൽ നീ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി സമ്മതിക്കും എന്നൊരു വാക്ക് പറഞ്ഞില്ലേലും അതിലേക്കാണ് എത്തുന്നത്. കാരണം അതാണ് അവർക്ക് കംഫർട്ടും തോന്നിയാൽ അതിനെതിരെ പറയില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു വസ്ത്രം ഇട്ട് ഒരു പെൺകുട്ടിയായിട്ട് ഒരു ഹസ്ബൻഡ് അവന്റെ ഭാര്യയെ അത്രയും അവള് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ വേഷമാണ്, കുറച്ചൊക്കെ ശരീരഭാവം വെളിയിൽ കാണും എന്നുള്ള രീതിയിലൊരു വേഷമാണ് അവള് ധരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വേഷമിട്ടൊരു ചെറുക്കൻ ഒരു പെണ്ണുമായിട്ട് വെളിയിൽ ഇറങ്ങി നടക്കുക എന്ന് വെച്ചു. എന്റെ പൊന്നെ, ഈ വഴി സൈഡിൽ നിൽക്കുന്ന പുരുഷന്മാരെല്ലാം ഇങ്ങനെ ആർത്തിയോടെ ആ പെണ്ണിനെ നോക്കും. ആ നോക്കുമ്പം ഈ ചെറുക്കൻ ആ നോട്ടം എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കാറുണ്ട്. ആ നോട്ടം എന്റെ ഭാര്യ എല്ലാവരും നോക്കുന്നത് എന്നുള്ള സന്തോഷത്തിൽ എടുക്കുവോ, അതോ അവനൊരു അഭിമാനിഷ്ടം തോന്നുവോ, എന്റെ ഭാര്യയുടെ ശരീരമാണല്ലോ ഇവന്മാര് കുത്തിവലിക്കുന്നത് എന്ന് തോന്നിയിട്ടൊരു സ്വാർത്ഥത തോന്നുവോ, എന്താണ് തോന്നാന്ന് അറിയത്തില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.